വെക്കുവാനായി ഫ്ലൈറ്റിലെ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് പട്ടുമാൽ മ്യൂസിക് ഡാൻസ് ഫ്യൂഷന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് പട്ടുമാൽ മ്യൂസിക് ഡാൻസ് ഫ്യൂഷനിലെ സെക്കൻഡ് റൗണ്ടിലെ പെർഫോമൻസുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഈ റൗണ്ടിൽ നമ്മുടെ ജഡ്ജസ് അവരുടെ ജഡ്ജിങ് പാനലൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. മാർക്കിംഗ് സ്കീമൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത പെർഫോമൻസിനായി വരാൻ പോകുന്ന ടീമിനെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഹാപ്പി ജാം ടീം റോസ്. ഒരു കോംപ്ലിമെന്റ് പറയട്ടെ, ദാദാ സാഹിബിനെ പോലെയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ 5th പൊസിഷനിലായിരുന്നു അല്ലേ? ഓക്കെ, ഇന്നത്തെ ഏത് കാറ്റഗറിയാണ്? ഞങ്ങൾ ഡ്രാമ സോങ്സിലാണ്. ഏതായാലും ഡ്രാമയെ കുറിച്ച് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാമോ? നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രാമയെ കുറിച്ച്? നമ്മളൊരു ബീരാനിക്കാന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അത് ഒരു 15 കല്യാണവും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ 16ാമത്തെ ഒരു കല്യാണം. അതിനെക്കുറിച്ചൊരു പഴയ കാലത്തെ ഓർമ്മയാണ് നമ്മൾ ഈ പാട്ടിലെ കൂടി അവതരിപ്പിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, ബീരാനിക്ക ഏതായാലും പറ്റിയ കഥാപാത്രം തന്നെയാണ്. നല്ലപോലെ അഭിനയിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സിംഗേഴ്സ് ആരാണ്? ശ്രീജിത്താണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഡു ഇറ്റ്. എടാ, ഇത് നമ്മുടെ ബീരാനിക്കല്ലേ? അതെ, ഇത് നമ്മുടെ ബീരാനിക്ക തന്നെയാണല്ലോ. മൂപ്പർക്ക് എന്തോ ഒരു ബേജാറുണ്ടല്ലോടാ. നമുക്കൊന്ന് ചോദിച്ചാലോ? വാ. ബീരാനിക്ക, ബീരാനിക്ക ആരായിട്ട് നമ്മളെ ബഷീർ സുബ്ബുരല്ല. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? ഒന്നും പറയണ്ട മോനെ, നിങ്ങളെ കുത്തിരിക്കും ഞാൻ പറഞ്ഞുതരാം. സുര, അബീസ, ഫാത്തിമ, കുട്ടിയൊക്കെ എന്താ ചായ വെള്ള എന്താ കുടിച്ചാൻ കട്ടോളിനെ? പഞ്ചാരല്ലാന്നാ നിങ്ങൾ അതിനകത്ത് കുത്തിരിക്കുമ്പോ പഞ്ചാര എന്തിനാ കുഞ്ഞുമക്കളെ? ബഷീറേ, എനിക്കറിയാലോ 15 നിക്കാഹ് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഡീസന്റ് ആയിട്ട്. 16ാമത്തെ ഒരു പെണ്ണിനെയും കൂടി നമ്മൾ ശ്രമിച്ചിനും മോനെ. അതൊരു ഹലാക്കിലെ പെണ്ണ് കാണലായിപ്പോയി മോനെ, ഒരു ഹലാക്കിലെ പെണ്ണ് കാണലായിപ്പോയി. അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേക്ക്. മുട്ടിക്കളി കുട്ടികളെ. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അലിക്കട്ടും കുമ്പത്തും കാടിലുണ്ട്, അരിമുള്ളം പണ്ടങ്ങൾ അടിയിട്ടുണ്ട്. അറബിക്കാത്തോർക്കുന്നൊരറിവുമുണ്ട്, അറിവില്ലാത്തോർക്കുന്നൊരറിവുമുണ്ട്. പെണ്ണിന് കാവേടൊരാജ്യം പറക്കൂരുന്നുമുണ്ട്, പെണ്ണിന് കാവേടൊരാജ്യം പറക്കൂരുന്നുമുണ്ട്. പട്ടിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മളെ പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലെ സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലെ സുന്ദരി പെണ്ണ്. മക്കളെ, അലിക്കത്തും കുമ്പത്തും കാതിലുണ്ട്, അരിമുള്ളം പണ്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. പഴിമഞ്ഞ മോരുക്കവിടു ചിത്തം, പഴിമഞ്ഞ മോരുക്കവിടു ചിത്തം. നമ്മള് മണ്ണ പട്ടിക്കേകിയോ മധുര പുത്തം, നമ്മള് മണ്ണ പട്ടിക്കേകിയോ മധുര പുത്തം. കൊച്ചിയിലെങ്ങും
പെണ്ണാതൊഴിവും പറഞ്ഞുണ്ടാക്കി വീട്ടിൽ അല്ല ചണ്ടമൂല്യ തപ്പാൽ ബുദ്ധി പത്തായി വീട്ടിൽ അല്ല ചണ്ടമൂല്യ തപ്പാൽ ബുദ്ധി പത്തായി ഇല്ലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല നമ്മളെ പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലും സുന്ദരി വയനാടൻ മഞ്ഞൾ പോലും സുന്ദരി വയനാടൻ മഞ്ഞൾ പോലും സുന്ദരി Lulu Sarees and Lulu Gold Buttermal Music Dance Fusion Day Drama Song Performance ആയിരുന്നു നമ്മൾ കണ്ടത് by Happy Dance Team Rose. ദാദാ സാഹിബ്, ശ്രീജിത്ത് സാഹിബ് കളിക്ക് കേട്ടോ. ആദ്യത്തെ ഡബിംഗ് ട്രാൻസിഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. സ്വന്തമായിട്ട് ഇവിടെ തന്നെ ചെയ്തല്ലേ, ലൈവായിട്ട്? അതെ അല്ലേ. എനിവേ ഓൾ ദി ബെസ്റ്റ്. ലൈവ് ആയിരുന്നു, വളരെ ലൈവ്ലി പെർഫോമൻസ് ആയിരുന്നു. ഇതായാലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. രഹ്നത. റോസ്റ്റി നന്നായിരുന്നു. ശ്രീത്ത് ഇത് മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ KG സത്താർക്ക് പാടിയ നല്ലൊരു നാടകഗാനമാണ്. ശ്രീത നല്ല സ്റ്റൈലായിരുന്നു, ഒരു ഹാജിയാർ. ആ വോയിസ് ഒക്കെ ഇവരോട് മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആ ഒരു എനിക്ക് ആ ടോണൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹാജിയാർ. നന്നായിട്ട് അത് ചെയ്തു. പിന്നെ ആ വോയിസിലും ഏകദേശം ആ സ്റ്റൈലിലൊക്കെ തന്നെ പാടി. ഒരു സ്റ്റാൻസ് റിപ്പീറ്റ് ചെയ്തോ? സെക്കൻഡും ഫസ്റ്റ് എന്ത് പാടി? ആ അപ്പൊ സെക്കൻഡ് അലിക്കത്ത് പാടി. തുടങ്ങേണ്ടത് അലിക്കത്ത് തന്നെ പാടി. ആ പിന്നെ തേർഡ് മൈൽപീലി. മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞു ചിത്തം. അപ്പൊ സെക്കൻഡ് അത് വീണ്ടും മാത്രം ഒന്ന് ഇതായി. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ എന്നാലും ചിലൊരു ഫീൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാടുന്ന സമയത്ത്. പിന്നെ എനിക്ക് ആ ബാക്കിൽ വന്ന നിങ്ങളുടെ ആ ഒന്നും എനിക്ക് തീമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും സിംഗിങ് വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് വെച്ചാൽ നന്നായിരുന്നു. ഓക്കെ, ഗുഡ്. താങ്ക് യു ട്ടാ. ഇതെല്ലാം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഏതായാലും രഞ്ജിനി മാമിന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ ക്ലിയർ ചെയ്യാം. മാം, ടീം റോസ് നല്ല ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സിംഗിങ് സൈഡില്. ഓക്കെ, ശ്രീജിത്ത് നല്ല മേക്കപ്പ്. ഓക്കെ, വെരി നൈസ് മേക്കപ്പ്. പിന്നെ ആ ഓപ്പണിങ് നന്നായിട്ട് ചെയ്തു അല്ലേ റേന? അത് അസലായിട്ട് ഒരു ഹാജി അല്ലേ? സോ ഈവൻ ആ ആക്സെന്റ് ഓൾസോ നന്നായിരുന്നു. ആ ആക്സെന്റും പിന്നെ ആക്ടിങ്ങില് അങ്ങനത്തെ സ്റ്റൈലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഐ തിങ്ക് ശ്രീജിത്ത് സോങ് നന്നായിട്ട് പാടി. പക്ഷെ നിങ്ങളുടെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോറി ടു സേ. എന്ന് വെച്ചാല് നിങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ട് ഒക്കെ ശ്രദ്ധിക്കുക. പക്ഷെ സിംഗിങ്ങില് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊച്ചിന്റെ പെയിനില്ലല്ലോ, ഞാനുണ്ടല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ. താങ്ക് യു. ആവറേജ്, ബിക്കോസ് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഫ്ലാഷ് ബാക്ക്. എന്താ ശ്രീജിത്തിന്റെ ഫ്ലാഷ് ബാക്ക് അല്ലേ? എന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്ക് ഓൾസോ ഈസ് ഓൾഡ് മാൻ. മുമ്പ് ഞാൻ പെണ്ണ് കാണാൻ പോയ ഒരു അല്ലേ? അല്ലല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ബ്ലാക്ക് ആയിട്ട് ബിയേർഡ്, അതേപോലെ സെയിം ഗെറ്റപ്പാണ്. അതെ അതെ. ഫ്ലാഷ് ബാക്ക് മീൻസ് കുറെ വർഷങ്ങൾ മുമ്പാണ് സർ. കുറെ വർഷങ്ങൾ മുമ്പ് മീൻസ് അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് ദാടി വെക്കണം. അതില്ലല്ലോ അല്ലേ? സെയിം ഗെറ്റപ്പ്, അതേ വയസ്സും. ശ്രീജിത്ത് കോയന്റെ ഭയങ്കര നല്ലതായിട്ടായിരുന്നു പാട്ട്. ഓക്കെ, നിസാം ആൻഡ് മുത്തു, ഗുഡ് ഫോർ കമ്പാനിയൻ വിത്ത്. ബാക്കി എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. നെക്സ്റ്റ് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വേണ്ട. കറക്റ്റായിട്ട് 1 2 3 4 അത് 1 2 3 4 കിട്ടിയ 2 1 3 അവിടെ
zero ഇല്ല. It should be in correct position. Okay. All the best. Thank you, sir. Thank you all judges. Happy Jam Team Rose. നമ്മുടെ ഇവാലുവേഷൻ റൗണ്ടിൽ നമ്മുടെ ജഡ്ജിങ് പാനൽ പറഞ്ഞിരുന്നു മാർക്കിംഗ് സ്കീം വളരെയധികം ടഫ് ആയിരിക്കുന്നുള്ളത്. സോ വളരെ സീരിയസ് ആവുന്ന ടൈം ആയിരിക്കാണ്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണ്. പാട്ട് നന്നായി പാടിയെങ്കിലും കൊറിയോഗ്രാഫി ടീം അത് മാർക്ക് കുറയുകയാണെങ്കിൽ വളരെയധികം എഫക്ട് ചെയ്യും. സോ ബി സീരിയസ് ആൻഡ് ഇനിയും നിങ്ങളുടെ പൊസിഷൻ ഹൈ ലെവലിലേക്ക് പോകാനുള്ള പെർഫോമൻസുകളുമായി വീണ്ടും എത്തുക. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഡു ദോക്കെ. സുരലോക പൂന്തോപ്പിൽ പൂമണം വീശും റൈഹാന സ്വർലോകനൂറിന്റെ ആറ്റ പൂമകൾ Lulu Gold and Lulu Sarees.